അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ಇಂದು ನೋಕಡೆ ಚರಿತ್ರ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮ തങ്ങു 35 വർഷ ഇക്കടെ സന്ദർഭത്തിൽ ഉണ്ടായ ഒരു കഥ ഇട്ടിക്കറ്. അതായത് മക്കയിലുള്ള കുടുംബത്തിൽ തമ്മിൽ യുദ്ധം നടക്കു പോകേണ്ട ഒരു സന്ദർഭം. എന്താണ് ആ ഒരു യുദ്ധം നടന്നത് അതായിട്ടിക്കറ് ഇണ്ടത്തെ ഞങ്ങൾ ചർച്ചാക്കടങ്കത്തെ വിഷയം. ഈ ഒരു യുദ്ധത്തിലെ സാഹചര്യം ഞങ്ങൾ നോക്കാം. മക്കയുടെ ആ ഒരു മഹാനഗരത്തിൽ ഒരു കഅബ എന്നുള്ള ഒരു കെട്ടിടം ഉണ്ട്. അത് നമ്മൾ എല്ലാവർക്കും ഗൊന്തുള്ള ഒരു വിഷയമാണ്. എന്നാൽ ആ കഅബത്തെ മുട്ടായിട്ട് ചെറിയ ചെറിയ അവങ്ങല്ല ഉണ്ട്. ഈ ഔത്തുലു ഒരു പെണ്ണിങ്ങ ഫുഡ് ആക്കിയ സന്ദർഭത്തിൽ അല്ല ആഹാര പാചകം ചെയ്ത ആ ഒരു സന്ദർഭത്തിൽ അതിൽ വന്ന് ഒരു തീ നേരെ വന്നിട്ട് കഅബത്തെ കിസ്വത്തക്ക് വന്നിട്ട് ബോൾട്ടു. അങ്ങനെ കിസ്വത്തക്ക് വന്ന് ബോലോട് കൂടി കഅബ എന്താവും കത്തിയിട്ട് പോകണ്ടു. അങ്ങനെ എല്ലാ ഭാഗം കത്തിയില്ലെങ്കിലും കുറേ ഭാഗ കഅബത്തെ എന്തായിട്ട് കത്തിയിട്ട് പോണ്ടു. ഇവിടെ പേരിക്കോറി ഇപ്പൊ കഅബത്തെ മുട്ട അവ എന്തോ ഇല്ലല്ലേ. പണ്ട് കാലത്തിൽ അങ്ങനല്ല. കഅബത്തെ മുട്ടായിട്ട് ഒരു 10 മീറ്ററോ അതൊരു മുട്ടായിട്ട് എന്ത് അവ അല്ല ഇന്ത്. അങ്ങനെ കഅബത്തെ ഒരു ഭാഗം എന്തായിട്ട് നല്ലൊരു ഭാഗം കത്തിയിട്ട് പോയിട്ട്. അതാണ് ഒന്നാമത്തെ ഒരു സന്ദർഭം. രണ്ടാമത്തെ സന്ദർഭം അതേ ഈ മക്കത്തിൽ വലിയൊരു വെള്ളപ്പൊക്ക ബന്ധ് ഫ്ലഡ് ബന്ധ്. സാധാരണ മക്കത്തിൽ അങ്ങനെയുള്ള വെള്ളപ്പൊക്ക ബരലുണ്ട്. 10 വർഷമാകുമ്പോഴൊക്കെ വെള്ളപ്പൊക്ക ബരലുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനത്തെ ഒരു വെള്ളപ്പൊക്ക ഇല്ല, അങ്ങനത്തെ ഒരു വെള്ള ബണ്ടില്ല. കാരണം അതുക്കുള്ള സൗകര്യം ഇപ്പൊ ഉള്ളത് കൊണ്ടിട്ടാണ്. 1941 കഅബത്തോടെ എന്തായിട്ട് ഇന്ത് ഫ്ലഡ് വന്നിട്ട് ഇന്ത് അതൊരു ഫോട്ടോ ഇപ്പം ഗൂഗിളിൽ സെർച്ച് ആക്കി നമുക്ക് കിട്ടും. ഏതായാലും അങ്ങനെ പണ്ടത്തെ കാലത്തിൽ അങ്ങനെ ഒരു വലിയൊരു വെള്ളപ്പൊക്ക വന്നിട്ട് എന്തായിട്ട് കഅബത്തെ ആ ഭൂരിഭാഗം ജാഗ എന്തായിട്ട് പൊളിഞ്ഞിട്ട് പോയിട്ട്. ഈ നിൽക്കുന്ന സന്ദർഭത്തിൽ മക്ക നിവാസികൾ പിന്നെ വിചാരിച്ചാറ് ഈ പരിശുദ്ധമായ കഅബത്തെ എന്താക്കണം, ഒന്നും കൂടി ഞങ്ങൾ റിപ്പയർ ആക്കിയിട്ട് നല്ല രീതിയിൽ അതിനെ ഒന്ന് തയ്യാറാക്കി വെക്കണം. മക്ക നിവാസിങ്ങ ഇങ്ങനെ ചിന്തിക്കോ തുടങ്ങിയാറ്, ചർച്ചാക്കോ തുടങ്ങിയാറ് എങ്ങനെ ഈ കഅബ ഞങ്ങൾക്കു കെട്ട. അപ്പോ എല്ലാവരും ഒരു തീരുമാനത്തിൽ എത്തിയാറ് ഈ കഅബ നിർമ്മിക്കുന്ന സന്ദർഭത്തിൽ ഈ കഅബത്തേക്ക് ഹലാലായ പൈസ ആണ് ഞങ്ങൾ ഇടാനായത്. അതായത് ഹറാമിൽ കൂടി ഒരു പൈസ ഇതൊക്കെ ചെലവാക്കുക തീരാം. അതായത് ബഡ്ഡിലെടുത്ത പൈസ ആവട്ടു, കട്ട പൈസ ആവട്ടു, ഇതൊന്നും ഈ കഅബ നിർമ്മാണത്തിൽ കൂട്ടുക തീരാം. അങ്ങനെ ഈ ഒരു അഭിപ്രായത്തിക്ക് എല്ലാ ആൾക്കാരും എന്താക്കർ ഒത്തുകൂടിയാർ. അങ്ങനെ അബുജഹൽ അതുപോലുള്ള ആൾക്കാരെല്ലാം കൂടിയിട്ട് ഹലാലായ പൈസ എന്തൊക്കെ സ്വരൂപിച്ചിട്ട് എടുത്താറ്. ഈ സന്ദർഭത്തിലായിട്ട് പേർഷ്യയും അതേപോലെ റോമും തമ്മിൽ യുദ്ധം നടക്കുന്നത്. ഈ പേർഷ്യയും റോമും യുദ്ധം നടന്ന സന്ദർഭത്തിൽ പേർഷ്യക്കാരെന്താക്കിടാറ് റോമിലെ അധീനത്തിലുള്ളെങ്കത്തെ യമനിലുള്ള ഒരു പള്ളിയുടെ എന്താക്കാറിങ്ങ പൊളിക്കാറ്. അങ്ങനെ യമനിലുള്ള ആ ഒരു പള്ളി പൊളിച്ചത് കൊണ്ടിട്ട് അത് നല്ലോണം വലിയൊരു ഭാഗത്ത് പള്ളി ചെന്നെങ്കിൽ ചർച്ചിട്ട് നല്ലോണം ഒന്ന് പൊളിഞ്ഞ ഒരു കാരണം കൊണ്ടിട്ട് അതിനെ പുതുക്കി പണിയാക്കുക, അല്ലെങ്കിൽ അതിനെ റിപ്പയർ ചെയ്യാക്കുക ബേനായിട്ട് റോമിലെ സൈന്യത്തിൽ റോമിൽ നിന്നിട്ട് നല്ല പലക, അതേപോലെ കൊത്തു പണിഞ്ഞത്തെ പലക, നല്ല കല്ല്, മാർബിൾ, ഫൗണ്ടേഷൻ പറ്റിയത്തെ കല്ല്, ഇതെല്ലാം ഒത്തുപോണ്ടെങ്കത്തെ ഒരു വലിയ ഒരു കപ്പലില് ഈ സാമാനെല്ലാം ആക്കിയിട്ട് എവിടേക്ക് പറത്തായാറ് യമൻക്ക് പറത്തായാറ്. അങ്ങനെ യമൻക്ക് പറത്തായിട്ട് പോയോണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ജിദ്ദയിൽ എത്തിയപ്പോ ഇപ്പൊ ഞങ്ങളെ കണ്ട് മക്കയിലുള്ള ആ ജിദ്ദാറായത്ത് എത്തിയപ്പോൾ അതായത് കടലിലാണ് പോയോണ്ടുള്ളത്. ഈ കപ്പൽ എന്തായിട്ട് വലിയൊരു കൊടുങ്കാറ്റ്, വലിയൊരു കാത്ത് വന്നിട്ട് ഇതെന്തായിട്ട് ഈ കപ്പൽ ചെറിയ രീതിയിലുള്ള ഒരു അപകട ബന്ധ, ഇല്ലെങ്കിൽ ചെറിയ രീതിയിൽ അതൊക്കെ ഡാമേജ് ബന്ധ. അപ്പൊ ഇങ്ങെന്താക്കിയാർ ഇനി ഈ ഒരു കപ്പലുമായിട്ട് എവിടെ പോണകാവില്ല, യമൻക്ക് പോണക ആവില്ലാണ്ട് വന്ന സന്ദർഭത്തിൽ ഇങ്ങെന്താക്കിയാർ ജിദ്ദയിൽ എത്തിയിട്ട് ജിദ്ദയിൽ എന്താക്കിയാർ ഈ എല്ലാ സാമാനത്തെ ബിക്കൊക്കെ തയ്യാറായാർ. ഈ ഒരു വിവരം അറിഞ്ഞെങ്കത്തെ മക്ക നിവാസി എന്താക്കിയാർ ഇന്നും കഅബ നമുക്ക് കെട്ടുകൊണ്ട് അത് കൊണ്ടിട്ട് ഞങ്ങൾ എന്താക്കാം ഈ ഇങ്ങനെ കഴിയാൻ ഞങ്ങൾ സാമാനം എടുക്കാണ്ട് വേരിച്ചിട്ട് ഇങ്ങെന്താക്കിയാറ് അതിൽ നിന്നിട്ടുള്ള സാമാനം പൈസ കൊടുത്തിട്ട് എടുത്താറ്. ഇനിയാണ് പിന്നീടുള്ള ഒരു വലിയൊരു സംഭവം നടക്കുക പോണ്ടത്. ഇത്രല്ല ഇങ്ങോട്ട് കഅബത്തെ പുതുക്കി പണിയാനോ ഇല്ലെങ്കിൽ കഅബത്തെ നല്ലോണമായിട്ട് കെട്ടണോണ്ടുള്ള ആഗ്രഹം ഇന്നെങ്കും ഇങ്ങോട്ട് ഒരു മനസ്സിലൊരു പേടി എന്തൊരു പേടി, ഈ കഅബത്തെ പൊലിക്കുകയാണ് നമുക്ക് പേടിയാണ്ടിരുന്നത്. അതായത് പുതിയ ഒരു കഅബ നല്ലോണം കെട്ടേണ്ട കണ്ടെങ്കിൽ അതിനെന്താക്കണം, പൊളിച്ചിട്ടെടുക്കണം, പല ഭാഗത്തെല്ലാം പൊളിച്ചിട്ടെടുക്കണം. അപ്പോ ഇങ്ങോട്ട് ഈ ഒരു കഅബത്തെ ഭാഗത്ത് പൊലിക്കുക എന്തായിട്ട് പേടിയായിട്ട്. അതുക്കുള്ള കാരണം അങ്ങ് അള്ളാഹുടെ അത്രക്കും പേടിച്ചോണ്ടും ആ കഅബത്തെ അത്രക്കും ബഹുമാനിച്ചോണ്ടും എന്നാറ്. രണ്ടാമത്തെ കാരണം എന്തൊരു ചൊന്നേണ്ട് കണ്ടെങ്കിൽ ഈ ഒരു കഅബത്ത് ഒരു പൊത്തുള്ള ഒരു പാമ്പിന്ത്. ഈ പാമ്പ് വന്നിട്ട് കഅബത്തെ മുട്ട തെച്ചോണ്ടും അതായത് കഅബത്തെ സൈഡിൽ എത്ര ആണോ ഈ കഅബത്തെ മുട്ട പോണ്ടത്, ഈ കഅബത്തെ മുട്ട പോകുമ്പോ ഈ പാമ്പ് അങ്ങനെ പേടിപ്പാട്ടി ഓടുപാട്ടിയോണ്ടിന്ത്. അങ്ങനെയും ഇങ്ങോട്ട് എന്തായിട്ട് ഈ കഅബത്തെ മുട്ട പോണോ പേടിയാണ്ടിന്ത്. അങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിൽ ഒരു നാല് ഈ പാമ്പ് കഅബത്തെ പറത്തിങ്ങനെ വന്ന് നിൽക്കുന്ന സന്ദർഭത്തിൽ ഒരു ദൂരത്തെ ഒരു ഗഡുക വന്നിട്ട് ആ പാമ്പിടെ കൊത്തിട്ട്
അപ്പുറത്തുള്ള വലിയൊരു പർവ്വതത്തെ മേലെ എടുത്തോണ്ട് പോണ്ടു. ഇതോടുകൂടി മക്ക നിവാസി മനസ്സുകൊരു സമാധാനായിട്ട് അള്ളാഹു നമുക്ക് ഒരു സൂചനയാണ് തന്നത്. ഈ കഅബ നിങ്ങൾ എന്താക്കും കെട്ടൊന്നു ചെന്നിട്ടുള്ള ഒരു സൂചനയാണ് തന്നത് നിങ്ങൾ വിചാരിച്ചാറ്. അങ്ങനെ ഇങ്ങ കഅബത്തെ സ്വറ തുടങ്ങായിട്ട് പോയാറ്. പക്ഷെ ഇങ്ങ കഅബ കെട്ടോ പോയെങ്കും ഇങ്ങനെ മനസ്സിലൊരു പേടിന്ത്. കഅബത്തെ മതിൽ ഞങ്ങൾ ഒടിക്കുന്ന സന്ദർഭത്തിൽ ഇല്ലെങ്കിൽ അതിൽ പൊളിക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഹാനി ആവുകൊണ്ടാണ് അങ്ങ് പേടിച്ചോണ്ടിരുന്നത്. ഈ സന്ദർഭത്തിലാണ് വലീദ് ബിൻ മുഗൈറ ചൊല്ലുടെ ആള് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹുവിന്റെ ബാപ്പ ഇയാൾ എന്താക്കട് കഅബത്തെ എന്താക്കറ് പൊലിക്കൊക്കെ പോണ്ടു. അതായത് കെട്ടോബേനായിട്ടാണ് പൊലിക്കോ പോണ്ടത്. ഇയാള് കഅബത്തെ മുന്നിൽ പോയിട്ട് ദ്വാരന്നോട് ചൊല്ലു, ഞാൻ ഈ കഅബ പൊലിക്കോ പോണ്ടത് വേറെന്തും ബേനായിട്ടല്ല, പുതിയതായിട്ട് നിർമ്മിക്കോ ബേനായിട്ടാണ്. പക്ഷേ ഫസ്റ്റ് പോയിട്ട് കഅബ പൊലിക്കുന്ന സന്ദർഭത്തില് ബാക്കിയുള്ള മക്ക നിവാസികൾ ആരും എന്താക്കില്ല, കഅബത്തെ മുട്ട പോണ്ടില്ല. അങ്ങ് ചൊല്ലാറ് വലീദ് ബിൻ മുഗൈറ ഈ കഅബത്തെ എന്താക്കട്ടെ ഇപ്പൊ പൊലിക്കട്ടെ, അയാൾക്ക് 4 ആവുമ്പോൾ എന്തും സംഭവിച്ചിട്ടില്ലാണ്ട് കണ്ടെങ്കിൽ ഞങ്ങൾ എന്താക്കുക 4 പിന്നെ സഹായ ആക്കുക പോവാ. വലീദ് ബിൻ മുഗൈറ പോയിട്ട് കഅബ പൊലിക്കറ് അങ്ങനെ പൊലിച്ചിട്ട് പിറ്റേന്ന് സുബയാകുമ്പോൾ എന്തും ആവില്ല. പിറ്റേണ്ട് 4 മക്കത്തിലുള്ള ബാക്കി ആൾക്കാരും ഈ കഅബ പൊലിക്കുകയായിട്ട് ഇല്ലെങ്കിൽ കഅബത്തെ ബാക്കിയുള്ള എല്ലാ ഭാഗം പൊലിച്ചിട്ട് പുതിയതായിട്ട് കെട്ടുകയായിട്ട് റെഡി ആയിട്ട് ബണ്ടാറ്. മാത്രമല്ല ഈ കഅബ കെട്ടുന്ന സന്ദർഭത്തിൽ 4 പ്രധാനപ്പെട്ട ഗോത്രങ്ങളാണ് അല്ലെങ്കിൽ 4 കുടുംബത്തെ ആൾക്കാരാണ് ഈ ഒരു കഅബ പണിയോഗു ഇല്ലെങ്കിൽ കഅബ കെട്ടുകയായിട്ട് എന്താക്കുന്നത് ബണ്ടത്. അപ്പോൾ ഇങ്ങോട്ട് ഓരോ ആൾക്കാർക്കും ഓരോ ഗോത്രത്തിനും ഓരോരോ ഭാഗമാണ് കൊടുക്കുന്നത്. 4 ഭാഗം 4 ഗോത്രത്തെ ആൾക്കാർക്കാണ് കൊടുക്കുന്നത്. അതിൽ ബനു അബ്ദു മനാഫ് ഗോത്രത്തെ ആൾക്കാർക്ക് കഅബത്തെ ബായിലുള്ള ആ ഒരു ഭാഗമല്ലേ, അതായത് ഇപ്പൊ കഅബത്തെ ബായിലുള്ള ആ ഒരു ഭാഗത്ത് അങ്ങ് നിർമ്മിക്കുകയാണ് കൊടുക്കുന്നത്. അതേപോലെ ബനു മഖ്സൂം ഗോത്രത്തെ ആൾക്കാർക്ക് റുക്നുൽ യമാന്റെ ആ ഒരു ഭാഗമാണ് ബനു മഖ്സൂം ഗോത്രത്തെ ആൾക്കാർക്ക് കൊടുക്കുന്നത്. അതേപോലെ അബ്ദു മനാഫുറക്ക് ബായിൽ നിർമ്മിക്കില്ല ആ ഒരു ഭാഗം. അപ്പോൾ ഈ ജണ്ടർ ഇടയിലായിട്ടാണ് എന്ത് ബണ്ട് ഹജറുൽ അസ്വദ് കല്ല് ബണ്ടത്. ഏതായാലും ഇങ്ങെന്താക്കിയാറ് കഅബ കെട്ടുക തുടങ്ങിയാറ്. അങ്ങനെ ബാക്കി രണ്ട് ഗോത്രത്തക്ക് ബാക്കി 2 ഭാഗമാണ് കൊടുക്കുന്നത്. അങ്ങനെ കഅബ എന്താക്കാറ് ഇങ്ങനെ നിർമ്മിക്കാറ്, കഅബ കെട്ടുറാറ്, കെട്ടിയിട്ട് ഹജറുൽ അസ്വദ് ബൈക്കിற ഒരു ടൈം ബണ്ട്. അപ്പോൾ ഈ ഒരു ഘട്ട ബന്ന സന്ദർഭത്തിൽ ബനു മഖ്സൂം ഗോത്രക്കാരും അതേപോലെ അബ്ദു മനാഫ് ഗോത്രക്കാരും എന്താവും ചർച്ച ആവും. അതായത് ഞങ്ങാണ് എന്താക്കണായത് ഈ ഹജറുൽ അസ്വദ് ആ ഒരു ജാഗയ്ക്ക് ബൈക്കണായതുണ്ട്. ബനു മഖ്സൂം ഗോത്രക്കാർ ചൊല്ലാറ് ഇല്ല ഞങ്ങാണ് ഈ ഒരു എന്താക്കണായത് ഹജറുൽ അസ്വദ് അവിടെ ബൈക്കണായതെന്ന് ചൊല്ലാറ്. പക്ഷെ ഈ ഒരു സന്ദർഭത്തിൽ ഇത് വലിയൊരു പ്രശ്നത്തിക്ക് എത്തറ്, വലിയൊരു യോടത്തോൽ ചൊന്നെങ്കിൽ വലിയൊരു യുദ്ധം ആവടെങ്കിയത് സന്ദർഭം പോലും ബണ്ട്. വൺടെടെ ചോര എടുത്താൽ വന്നിട്ട് അതിൽ കൈമുക്കിയിട്ട് ബൈക്കറാറ്. അതായത് അങ്ങൊരു ശപത്ത് എടുക്കാറ് ഹജറുൽ അസ്വദ് ഞങ്ങമ്മ എന്താക്കറ അവിടെ പോയിട്ട് ബൈക്കറ ഇല്ലണ്ടെങ്കിൽ വലിയൊരു യുദ്ധം ഞങ്ങൾ നടത്തറാൻ ചൊല്ലും. അങ്ങനെ ഈ ഒരു യുദ്ധം നടക്കുന്ന സാഹചര്യ ബണ്ട സന്ദർഭത്തിൽ അണ്ടത്തെ കാലഘട്ടത്തിൽ മക്കത്തിൽ ഇന്ന് ഒരു ബയസായ ആളാണ് അബു ഉമയ്യ ബിനുൽ മുഗൈറ. മഖ്സൂം ഗോത്രത്തിൽപ്പെട്ട ഒരാളാണ് ഈ അബു ഉമയ്യ ചൊല്ലുടെ ആള്. ഇയാൾ ഒരു അഭിപ്രായം ചൊല്ലും, ഞങ്ങൾ ഇങ്ങനെ യുദ്ധാക്കുക പോയെങ്കാവില്ല, കാരണം വലിയ നന്മ ആക്കടങ്ങിയത് ഒരു സന്ദർഭമാണ് ഇത്. അപ്പോ ഈ ഒരു യുദ്ധാക്കുന്ന സന്ദർഭം ഞങ്ങൾ ശരിയല്ല, ഞങ്ങൾ ഒരു തീരുമാനത്തേക്ക് പറ. ഈ മക്ക കവാടത്തില് ഈ കഅബത്തെ മുട്ടത്തുക്ക് 4 സുബൈ 6 ഫസ്റ്റ് ആയിട്ട് ബണ്ടത് അയാൾ ഇതുക്കുള്ള ഒരു തീർമാനം തരട്ടുണ്ട്. ഏകദേശം 5 നാൾ തോലും കഅബത്തെ സ്വറ എന്തായില്ല നടന്നില്ലാണ്ടാണ്. അങ്ങനെ പിറ്റേണ്ട് കവാടത്തിൽ ഇല്ലങ്കര ബായിലോട് കൂടി ഞങ്ങൾ ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ എന്താ ഒരു ബണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ബന്ദ് കണ്ടിട്ട് അങ്ങെല്ലാരും ചൊന്നാറ് അൽ അമീൻ ബന്തല്ലേ, അൽ അമീൻ ഇനി ನಾವು ಎಂದು പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ കൊടുക്കರೆಂಗೆ ആ ഒരു തീരുമാനം ನಾವು എല്ലാവരും ഒപ്പികയായിട്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഇപ്പൊ നുബുവത്ത് കെട്ടിട്ടില്ല, നബി ആയിട്ടില്ല, വെറും 35 വർഷം മാത്രമാണ് ആയിട്ടുള്ളത്. ഈ ഒരു സന്ദർഭത്തിലാണ് ഈ ഒരു ഈ ഒരു വിഷയം നടക്കുന്നത്. അങ്ങനെ ഇങ്ങെന്താക്കിയാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഭിപ്രായം കേട്ടാർ എന്താക്കണം ഞങ്ങൾ ഈ ഹജറുൽ അസ്വദ് എങ്ങനെ ഞങ്ങൾ ബൈക്കണം. ഈ സന്ദർഭത്തിലാണ് ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലത്, നിങ്ങൾ എന്താക്കൂ ഒരു മേൽത്തട്ട അതായത് മേൽക്ക് ബിരിക്കറെങ്കിത്ത് ഒരു തുണി എടുത്തോണ്ട് ബറു ചൊന്തു. അങ്ങനെ അങ്ങെന്താക്കിയാർ ഒരു തുണി എടുത്തോണ്ട് വന്നാർ. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ വന്ന സന്ദർഭത്തിൽ 4 ഗോത്രത്തിൽപ്പെട്ട ആൾക്കാരും വിചാരിച്ചത് ഞങ്ങളെട്ടിയാണ് എന്താക്കരുത് ഈ ഒരു ഹജറുൽ അസ്വദ് ബൈക്കൊക്കെ ചൊല്ലുകൊണ്ടാണ് വിചാരിച്ചത്. കാരണം അത്ര ഓരോരോ ആൾക്കാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അത്രയും ഇഷ്ടപ്പെട്ട ഒരാളായിട്ട്. അങ്ങനെ തുന്നിയെടുത്തോണ്ട് വന്നിട്ട് അതിന് മേലെന്താക്കർ ഈ ഹജറുൽ അസ്വദ് കല്ല് എന്താക്കർ ബൈക്കർ. അങ്ങനെ ഹജറുൽ അസ്വദ് കല്ല് വെച്ചിട്ട് 4 ഗോത്രത്തെ ആൾക്കാരായിട്ടും ചൊല്ലു ഈ തുണിയുടെ 4 ഭാഗം നീ എന്താക്കറു പിടിക്കറു ചൊല്ലു. അങ്ങനെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നതുപോലെ ഈ 4 ഗോത്രത്തെ ആൾക്കാരെന്താക്കിയാറ് ഈ തുണിയുടെ 4 ഭാഗം പിടിച്ചാറ്. ഈ 4 ഭാഗം പിടിച്ചിട്ട് ഈ ഹജറുൽ അസ്വദുള്ള ആ ഒരു ഭാഗത്ത് എടുത്ത വന്നാറ്. അതായത് കല്ല് ബൈക്കുറ ആ ഒരു പൊസിഷൻ ആ ഒരു ഭാഗത്ത് എടുത്ത വന്നപ്പോൾ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താക്കിയിട്ട് സ്വന്തം കൈകൊണ്ട് ആ കല്ല് എന്താക്കിയിട്ട് ആ ഒരു ജാഗയ്ക്ക് വെച്ചിട്ട് ഈ ഒരു ബൈക്കിലോട് കൂടി ഇങ്ങോട്ട് എന്തായില്ല, ഇതിലോട് കൂടി ഒരു പ്രശ്നം ഉണ്ടായില്ല. ഇങ്ങോട്ട് എല്ലാവരും ഇത് സമ്മതമായിട്ടുണ്ട്. കാരണം ഈ ഹജറുൽ അസ്വദ് ബൈക്കുബനായിട്ട് 4 ആൾക്കാരും കൂടിയാറ്. അപ്പോൾ വലിയൊരു യുദ്ധത്തിൽ നിന്നിട്ടാണ് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താക്കിയത്, അങ്ങനെ നിന്നിട്ട് ഇല്ലാതാക്കിയത്. അങ്ങനെ ഈ കഅബ എന്താക്കിയത് അത് വെച്ചാൽ പിന്നെ ഈ കഅബത്തെ ബാക്കി എല്ലാവരും എന്താക്കിയത് കെട്ടിയാറ്. ഈ ഒരു കഅബ കെട്ടുന്ന സന്ദർഭത്തിൽ അങ്ങ് നടത്തിയ എനിക്കത്തെ ഒരു 4-5 പരിഷ്കരണങ്ങൾ, അതായത് പുതിയ പണ്ട് ഇല്ലാത്തതുപോലെ പുതിയൊരു രൂപത്തിലാണ് ഈ ഒരു കഅബ കെട്ടിയത്. അതുക്കുള്ള കാരണം എന്തെന്നെങ്കിൽ പണ്ട് കാലത്തിൽ കഅബ ഇന്നത് ചൗക്ക ആകൃതിയിലല്ല. ഇപ്പം നമ്മൾ കണ്ടത് ചൗക്ക ആകൃതിയിലാണ് കഅബ കണ്ടത്. പക്ഷെ അണ്ട് കാലഘട്ടത്തിൽ കഅബ ഇന്നത് ഒരു ആയത്ത ആകൃതിയിലാണ്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് പിന്നീട് അത് ആയത്ത ആകൃതിയിൽ കെട്ടുകയില്ല ചൊന്നെനിക്ക് കണ്ടെങ്കിൽ ഇങ്ങയെടുത്ത ആ ഒരു കല്ല്, അതായത് റോമിൽ നിന്നിട്ട് ബന്ധിക്കത്തെ റോമിൽ നിന്ന് ആൾക്കാരിൽ നിന്നിട്ടാണ് ഇതൊരു കല്ലല്ല എടുത്തത്. ആ സന്ദർഭത്തിൽ ആ കല്ല് കെട്ടുള്ള ഫൗണ്ടേഷൻ കീഴിൽ കെട്ടുള്ള ഫൗണ്ടേഷൻ ആ കല്ല് അങ്ങ് കണക്ക് കൂട്ടിയപ്പോൾ അതൊരു ചൗക്ക ഷേപ്പ് കെട്ടുള്ള കല്ല് മാത്രമേ ഇന്ന് ഈ ആയത്ത ആകൃതിയിലുള്ള കെട്ടുള്ള കല്ല് ഇല്ലെന്ന്. അതുകൊണ്ടിട്ട് ഇങ്ങനെ എന്താക്കിയാറ് അതിനെ ഒരു ചൗക്ക ആകൃതിയിൽ എന്താക്കിയാറ് കഅബ കെട്ടിയാറ്. അപ്പോൾ നെക്സ്റ്റ് ആ ഒരു ഭാഗം, അതായത് ആയത്താകൃതി ആകുമ്പോൾ ഒന്നും കൂടി വലിയ ആണ് ബണ്ടത്, ആ ഒരു ഭാഗം അങ്ങ് എന്താക്കിയാറ് മാർക്കാക്കി വെച്ചാറ്. അതാണ് ഇണ്ട് കണ്ട ഹിജ്ർ ഇസ്മായിൽ ചൊല്ലുടെ ആ ഒരു ഭാഗം. അങ്ങനെ ആ ഭാഗം അങ്ങനെ ബൈക്കുള്ള കാരണം പിന്നീട് ഇപ്പം ഞങ്ങളെ കയ്യിൽ പൈസ വന്നെങ്കിൽ ഞങ്ങൾ എന്താക്കുക ആയത്താകൃതിയിൽ ആ ഒരു കല്ലട് എന്താക്കുക ഇല്ല ആ ഒരു ഷേപ്പിൽ ഞങ്ങൾ എന്താ കഅബ കെട്ട എന്നുള്ള തീരുമാനത്തിലാണ് അങ്ങനെ ആക്കിയത്. അങ്ങനെ കഅബെല്ലാം നല്ലോണം എന്താക്കിയാറ് പണിതിയാറ്. അത് മാത്രമല്ല അതാണ് ഒരു അതിൽ കഅബത്തിൽ വന്ന് ഒരു മാറ്റം ചൊല്ലത്, ഒരു ബദലാവന അതാണ്. രണ്ടാമത്തെ ബദലാവന എന്തൊരു ചൊന്നുണ്ട് കണ്ടെങ്കിൽ കഅബ ചൊല്ലത് ഞങ്ങൾ ഇപ്പം കണ്ടതുപോലെ കഅബത്തെ ബായിൽ മുന്നുള്ള കീഴാണ് ഇന്നത്. അതായത് ആർക്കും കഅബത്തുൽക വേഗത്തിൽ പോണുക അവിടെങ്കിത്തെ രൂപത്തിലാണ് ഇന്നത്. അതെന്താക്കിയാറ് ഒരു മേലാക്കിയിട്ട്, അതായത് ഒരുത്തിൽ പത്തിയിട്ട് പോണ്ടേ പോലെ ഇണ്ട് കണ്ടെങ്കിൽ ആ ഒരു രൂപത്തിൽ അങ്ങ് എന്താക്കി കഅബത്തെ ബായിൽ ആക്കിയാറ്. പിന്നെ ഒരു വിഷയം എന്തൊരു ചൊന്നുണ്ട് കണ്ടെങ്കിൽ പണ്ട് കാലത്തിൽ കഅബ ഇന്നത് ഒരാൾ വണ്ടയുടെ മേൽ തെച്ചെങ്കിൽ എത്ര ഹൈറ്റാണ് ഉള്ളത് അത്ര ഹൈറ്റ് മാത്രമേ കഅബ ഇന്നത്. അതിലെന്താക്കിയാറ് അത് 2 ഡബിൾ ഇരട്ടിയിൽ എന്താക്കിയാറ് കഅബത്തെ മേലൊരു ഒന്നും കൂടി അതിലെന്താക്കിയാലും മേലാക്കിയിട്ട് ഉദ്ദാക്കിയിട്ട് കെട്ടിയാറ്. അതേപോലെ പിന്നൊരു വിഷയം എന്തൊരു ചൊന്നുണ്ട് കണ്ടെങ്കിൽ ഞങ്ങൾ കണ്ട പോലെ തന്നി പോണ്ട ഉള്ള ആ ഒരു വ്യവസ്ഥ അണ്ട് കാലഘട്ടത്തിൽ എന്താക്കിയാറ് കഅബത്തിൽ ആക്കിയാറ്. ഇങ്ങനെയാണ് കഅബ പിന്നീട് അങ്ങ് എന്താക്കിയത് കെട്ടിയത്. അപ്പോൾ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടിട്ടും എന്തായിട്ട് വലിയ ഒരു യുദ്ധം അങ്ങോട്ട് എന്തായിട്ട് അവിടെ നിന്ന് ഇല്ലാണ്ടാക്കിയത്. അതേപോലെ ആ ഒരു കഅബ കെട്ടുന്ന സന്ദർഭത്തിൽ അങ്ങനെ പേടിപ്പാട്ടി ഇന്നെങ്കിലത്തെ ഒരു സംഭവമായിട്ട് എന്ത് ഒരു പാമ്പ്, ആ പാമ്പും അവിടെ നിന്ന് ഇല്ലാതാവലോട് കൂടി കഅബ നല്ലോണം കെട്ടിയാറ്. അപ്പോൾ ഇത്രയാണ് ഞങ്ങൾ ഇന്ന് ചർച്ചയാക്കപ്പെട്ട ഒരു ചരിത്രം ചൊല്ലത്. ബാക്കി ബണ്ട് വീഡിയോയിൽ കണ്ടെടുത്തോളും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.